കമൽ, മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലാണോ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയോ? വിശദാംശങ്ങൾ എന്താണ്? മൃതദേഹം വിട്ട് നൽകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. പൊതുപ്രവർത്തകർ എല്ലാവരും എത്തിയിട്ടുണ്ട്, ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ADMന്റെ നേതൃത്വത്തിലുള്ള ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വിട്ടുകൊടുക്കും. ഇന്നലെ രാത്രിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് ഇന്ന് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ്. ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് ബന്ദോബസ്തുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ സാഹചര്യങ്ങളൊന്നുമില്ല. നഗരസഭയിൽ ഹർത്താലുണ്ട്, അത് അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു. പക്ഷേ ഈ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ സംസ്കാരവുമായി ബന്ധപ്പെട്ടോ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയൊന്നും നിലനിൽക്കുന്നില്ല. കാരണം ഇന്നലെ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഉറപ്പ് നൽകിയതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യത ഇല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഹർത്താലുമായി ബന്ധപ്പെട്ട് ടൗണിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ADMും തഹസിൽദാരും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തിയത്. അവരുടെ സാന്നിധ്യത്തിൽ പോലീസും പൊതുപ്രവർത്തകരുടെ ഒക്കെ സാന്നിധ്യത്തിൽ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മോത്തി, കമൽ, സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? 11 മണി 11-11:30 നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ താമസിക്കുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ഉന്നതിയിൽ തന്നെയുള്ള സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. അത് പഞ്ചാരക്കൊല്ലി ഭാഗത്ത് തന്നെയാണ്. നമ്മൾ ഇന്നലെ ഈ സമരങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ താഴെ അവിടെ നിന്ന് പുറത്തേക്കുള്ള റോഡിൻ്റെ അരികിലാണ് രാധയുടെ വീട്. അതിനോട് ചേർന്ന് തന്നെയുള്ള സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും മോർച്ചറിയിൽ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പോലീസ്, റവന്യൂ, ഉന്നത ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ബന്ധുക്കളുമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കമൽ, താൽക്കാലിക വാച്ചറിന്റെ ഭാര്യയാണ് ഈ കൊല്ലപ്പെട്ട രാധ എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും വ്യക്തി വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ? രാധ ക്രിക്കറ്റ് താരം, വനിതാ ക്രിക്കറ്റ് താരം, ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ മിന്നുമണിയുടെ അമ്മാവൻ്റെ ഭാര്യയാണ്, അമ്മായിയാണ്. അതാണ് അവരുടെ ഇന്നലെ തന്നെ മിന്നുമണി സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഇക്കാര്യം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഗോത്ര വിഭാഗമായ കുറിച്യ സമുദായത്തിലെ അംഗമാണ് അവർ. അവിടെ മറ്റൊരു തോട്ടത്തിൽ കാപ്പി വിളവെടുപ്പിന് വേണ്ടി പോയതായിരുന്നു. ഭർത്താവ് തന്നെയാണ് ഈ ബൈക്കിൽ അവരെ അവിടെ കൊണ്ട് വിട്ടത്. ആ തോട്ടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സ്ഥലമുടമയും മറ്റു തൊഴിലാളികളുമൊക്കെ കാപ്പി വിളവെടുക്കുന്നുണ്ടായിരുന്നു. അവർ പക്ഷേ രാധ വന്ന് ഇറങ്ങിയത് അറിഞ്ഞില്ല. അത് മറ്റൊരു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവർ സമയമായിട്ടും എത്താതായപ്പോൾ ഇന്നൊരു പക്ഷേ ജോലിക്ക് വരുന്നുണ്ടാകില്ല എന്ന് അവർ കരുതി. പക്ഷേ പിന്നീടാണ് ഈ തണ്ടർബോൾട്ട് പട്രോളിങ്ങിനിടെയാണ് ഈ രക്തക്കറയും അത് ചെരുപ്പുമൊക്കെ കണ്ട് ഈ തോട്ടമുടമയെയൊക്കെ വിവരം അറിയിക്കുന്നത്. തുടർന്നാണ് ഈ മൃതദേഹം വനത്തിൽ കിടക്കുന്ന അത് കണ്ടത്. ഈ വനവും തോട്ടവും ഒന്നിച്ച് ഒരു അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. ഇപ്പോൾ രാധയുടെ ബന്ധുക്കൾ ഒരു വാഹനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൃതദേഹം കൈമാറുന്ന നടപടികളിലേക്ക് കടക്കും. മാനന്തവാടി നഗരസഭയിലെ മുൻ ചെയർമാൻ പ്രവീജ് ഉൾപ്പെടെയുള്ളവരാണ്. പ്രവീജിൻ്റെ നേതൃത്വത്തിൽ ഒപ്പമാണ് ബന്ധുക്കൾ എത്തിയിരിക്കുന്നത്. അവരാണിപ്പോൾ മോർച്ചറിയുടെ ഭാഗത്തേക്ക് പോകുന്നത്. രാധയുടെ ബന്ധുക്കളും ഉന്നതിയിൽ നിന്നുള്ള ആളുകളും ഒക്കെയാണ്. ഉടൻ തന്നെ മൃതദേഹം കൈമാറാനുള്ള നടപടികളിലേക്ക് പോകും. ഉന്നത ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.